ഇതാണ് ഭ്രമരം വൈബ് കേട്ടോ. അവിടെ എത്തുമ്പോൾ ദൈവമേന്നൊരു വിളി വരും. പാലക്കാട് പോകുന്നവർ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. അങ്ങോട്ടുള്ള ഒരു ഓഫ് റോഡ് യാത്രയുണ്ട്. നമ്മുടെ വണ്ടി പോകത്തില്ല, അവരുടെ ജീപ്പിലേ പോവുള്ളൂ. നെല്ലിയാമ്പതി ടൗണിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഈ യാത്ര പോകുന്നത്. നല്ല ഓഫ് റോഡ് യാത്ര, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ആൾക്കാർ കാണും. നമ്മളെ വണ്ടി നിർത്തി അവർ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം ഞങ്ങളങ്ങനെ ആദ്യം പോകണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ പോയി. നല്ല അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് സലിം എന്ന് പറയുന്ന ഒരിക്കയാണ്. അദ്ദേഹം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലിടാനാണെന്ന് പറഞ്ഞപ്പം നല്ല രീതിയിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അവർക്കാകുമ്പോൾ അറിയാമല്ലോ ഓരോ സ്ഥലങ്ങളും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, എവിടേക്കാണ് നല്ല നല്ല കാഴ്ചകളുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. നല്ല രസമായിട്ട് 2 മണിക്കൂറോളം എടുക്കും യാത്ര. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഒരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം എല്ലാ സ്ഥലങ്ങളും നിർത്തി കാണിച്ചു തരികയൊക്കെ ചെയ്തു. ചിലരാണെങ്കിൽ നമ്മളെ തൊഴിൽ പിടിപ്പിക്കുമ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു യാത്രാനുഭവങ്ങളാണ്. അപ്പോൾ പോകുന്നവർ ഉറപ്പായിട്ടും അവിടെ പോകേണ്ട ഒരു യാത്രയാണ് കേട്ടോ. അതായത് കണ്ടോ, ഇതേപോലെ വണ്ടി കയറി വരുമ്പം അവർക്കറിയാമല്ലോ എവിടെയൊക്കെയാണ് കാഴ്ചകളുള്ളത്, എങ്ങനെ ആ വളവൊക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ഒരാളെ ഇറക്കി നിർത്തി വീഡിയോ എടുക്കാൻ പറയും. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തന്ന് നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. കണ്ടോ, ഇതൊരാൾ പുറത്തിറങ്ങി നിന്ന് ആണല്ലോ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെയാണ് അറിയാം എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ എനിക്കത് പരിചയമില്ലെന്ന് ഞാൻ അദ്ദേഹത്തിനോട് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോകളാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നന്ദൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞങ്ങൾക്കാണ് എല്ലായിടവും കാണാനും വിശദമായിട്ട് പറഞ്ഞു തരാനും എവിടെയൊക്കെ എന്തെല്ലാം കാണാനുണ്ട് ഇതെല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം നമ്മൾ പാലക്കാട് നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് തുടങ്ങും. ഇതേപോലെ അവരവിടെ നിൽക്കും. അപ്പം നമ്മളോട് ഇങ്ങനെ പറയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. 1600 രൂപയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ആ ഒരു പൈസ. നമുക്കപ്പോൾ അവിടുത്തെ യാത്രകൾ കാണാം. 1600 രൂപ ജീപ്പിന്റെ വാടകയുണ്ട്. ഫോറസ്റ്റിന്റെ അണ്ടറിൽ പോകുന്നതാണ്. മോഹൻലാലിന്റെ ഭ്രമര സിനിമ ഷൂട്ട് ചെയ്തും പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്ത് പോകുന്നതാണ്. അവിടെ നോക്കിയാൽ കൊല്ലങ്കോട്, പാലക്കാട്, മലമ്പുഴ അങ്ങനെ ഒരു പോയിന്റ് കാണാം. 2ാമത്തെ പോയിന്റ് പറമ്പിക്കുളമൊക്കെ കാണാം. അത് ജീപ്പ് മാത്രമേ പോവുള്ളൂ. 4 വീലർ ജീപ്പ് മാത്രം പോകുന്നതാണ്. ഇവിടെയാണ് പാർക്കിംഗ്. ഇവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോയി കാണിച്ച് തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് വിടുന്നതാണ്. ഇതാ കാണുന്ന മലയുടെ മുകളിൽ പോകും. നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് ഫാം ഉണ്ട് ഈ കാണുന്നത്. പിന്നെ സീതാറുണ്ട് പറയുന്ന വ്യൂ പോയിന്റ് ഉണ്ട്. ആ സീതാറുണ്ട് വ്യൂ പോയിന്റ് 7 കിലോമീറ്റർ നിങ്ങളുടെ വണ്ടി കൊണ്ട് പോകുന്നതാണ്. അതൊരു 2 മണിക്കൂർ വേണം പോയി വരുന്നത്. ഇപ്പം നിങ്ങൾ അതിന് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സീതാറുണ്ട് പോകേണ്ട കാര്യമില്ല. ആ 7 കിലോമീറ്റർ അങ്ങോട്ട് പോയി 2 മണിക്കൂർ കളയാതെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1.5 മണിക്കൂർ, അത് ചിലപ്പോൾ 2 മണിക്കൂർ നിങ്ങളാക്കണം. കാരണം ഈ ഫീലല്ല. അവിടെ ഉച്ചയ്ക്ക് പോയാലും നല്ല തണുപ്പാണ്. കോടം മഞ്ഞും ഉണ്ടാവും. വണ്ടി ഇത് അങ്ങോട്ട് കയറ്റിയാണ്. ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത്. ഇവിടെയാണ് 12, 1:30, 2, 2:30 ആകുമ്പോഴേക്കും 2:15 ആകുമ്പോഴേക്കും തിരിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ആയിരിക്കണം. വേണ്ട സൂയിസൈഡ് പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റണം. ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. പോയി വരാനായിട്ട് 1.5 മണിക്കൂർ. ഇതെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടിയാണ്. ഓഫ് റോഡും ആണ്. ഭ്രമര സിനിമ ഷൂട്ട് ചെയ്താണ്. ഓറഞ്ചിന്റെ ഗാർഡൻ ആണ്. ഈ കാണുന്നതാണ് ഓറഞ്ച് ഫാമിന്റെ ഗാർഡൻ ആണ്. ഈ കാണുന്നതല്ല, ഓറഞ്ച് ഫാമിന്റെ ഗാർഡൻ ആണ്. ഇത് പറഞ്ഞാൽ നല്ല വ്യൂ ആയിട്ടാ. നിങ്ങളിവിടെ പാലക്കാടുള്ളവർ തന്നെയാണോ? അത് നെല്ലിയാമ്പതി വന്ന മെയിൻ ആയിട്ട് കാണേണ്ട വ്യൂ ആണ്. ആ കാണുന്ന മലയുടെ മുകളിൽ പോയിട്ടുള്ള വ്യൂ ആണ്. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങനെ ഞങ്ങൾ പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം ആലോചിച്ച് അവസാനം ഞങ്ങൾ പോയേക്കാമെന്ന് തീരുമാനിച്ചു. കാര്യം ഞങ്ങൾ ഈ ഓഫ് റോഡ് യാത്ര ചെയ്തിട്ടില്ല. കുടജാദ്രി പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അതിനെക്കാട്ടി നല്ല രസമുള്ള യാത്രയാണെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ വണ്ടി പോകത്തില്ല, അവരുടെ ജീപ്പിലാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങളത് ആ ജീപ്പിൽ കയറി. നന്ദൂസാണ് ആദ്യമായിട്ടാണ് ജീപ്പിലൊക്കെ കയറുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലുള്ള യാത്രകളും അവിടെയുള്ള കാഴ്ചകളും എല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുക.
അപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഓഫ് റോഡ് യാത്ര പോകേണ്ട ഒരു യാത്ര തന്നെയാണ്. പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ആദ്യമാകുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നണമല്ലോ. അങ്ങനെ അദ്ദേഹം നമ്മളോട് ഓരോന്ന് ചോദിക്കാം, എങ്ങനെ വണ്ടി ഓടിക്കണം. ഈ പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അദ്ദേഹം ഇങ്ങനെ വീലൊക്കെ പൊക്കിയൊക്കെ നല്ല അതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായ കാരണം ഞങ്ങൾ കൂടുതലൊന്നും വേണ്ട, ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിരുന്നു ഞങ്ങൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 12:30 ആയപ്പോൾ ഞങ്ങൾ കയറി 2:15 ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല മഴയായി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയത്തുള്ള കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റി, അല്ലാതുള്ള കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ നല്ല ഒരു യാത്രയുടെ വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിള്ളേർക്ക് ഇത്തിരി സ്പീഡിൽ പോയിട്ട് നന്നായിട്ട് കുത്തിക്കുലുങ്ങി വരണം. പ്രായമുള്ളത് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. 4-wheel ഡ്രൈവ് ആണ്, ഓഫ് റോഡാണ്. ഇത് ഇങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, 2 ടൈപ്പാണ്. പിള്ളേർക്ക് ഇത്തിരി സ്പീഡിൽ പോയിട്ട് നന്നായിട്ട് കുത്തിക്കുലുങ്ങി വരണം. പ്രായമുള്ളത് നടക്കാനുള്ള പാട്ട് സിനിമയൊക്കെ അതിന് മോഹൻലാൽ ഈ കൂട്ടുകാരെ 2 പേരെ കൊല്ലാനായിട്ട് ജീപ്പിൽ കൊണ്ടുപോകുന്നത്. അത് മുഴുവൻ എല്ലാം പിന്നെ 42 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഈ ഷൂട്ടിംഗ് സമയത്ത് ഇവിടെ 33 ജീപ്പ് രാവിലെ 9 മണിക്ക് പിന്നെ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു വരും. രാവിലെ കൊണ്ടുപോകാം, വൈകുന്നേരം വരും. അങ്ങനെ 42 ദിവസം ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ വിനായക ബുദ്ധ എന്നുള്ള സിനിമ പൃഥ്വിരാജിൽ ഇറങ്ങിയിട്ടില്ല. അവർ കേട് വന്ന കളർ വന്നാൽ കേട് വന്നു. ഇവിടുത്തെ ഓറഞ്ച് പഴുത്തെന്ന് പറയുന്നത് അതിന്റെ അടിഭാഗം വലിയൊരു മഞ്ഞ കളർ വരും. അടിഭാഗം കുറച്ച് ഭാഗം നല്ല മഞ്ഞ വന്നാൽ പുൽക്കേടാണ്. നമ്മൾ മേടിക്കണൊക്കെ കാർബൈഡ് വെച്ചിട്ട് മഞ്ഞ കളർ ആക്കുന്നതാണ്. നമ്മുടെ നിങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ഓറഞ്ച് നോക്കുന്നത് ഈ കാണുന്ന പിക്ചർ മുഴുവൻ ഓറഞ്ചാണ്. നമ്മൾ അതിന്റെ മോഡൽ മരണം അങ്ങോട്ട് മുകളിൽ പോയിട്ട് വരുന്ന വണ്ടികളാണ്. പറയുന്നത് പക്ഷേ ഓരോന്നിനും ഓരോ സീസണാണ്. ശതമാനം അവർക്ക് മതി ഉള്ളതിൻ്റെ. ബാക്കിയൊക്കെ വരുന്ന ടൂറുകാർ പറിച്ച് തിന്നും, ആന തിന്നും, പക്ഷികൾ തിന്നും. ഒക്കെ വണ്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് കാട്ടുകാരായി. അതുങ്ങളൊക്കെ പേരൊക്കെ തൊട്ടോണം. എല്ലാത്തിനും നിറയെ ഉണ്ട്. സീസൺ 1 മാസം കൂടി കഴിയണം. നന്ദു തട്ടുകട. നന്ദുവേ, നിന്റെ തട്ടുകട. നീ ഇവിടെ കാട്ടിലൊക്കെ വന്നു തട്ടുകട തുടങ്ങി. ഇതാണോ ഓഫ് റോഡ് തുടങ്ങുന്ന? ഇവിടെയാണ് അടിപൊളി. ഇത് ഓഫ് റോഡ് എന്ന് മാത്രമല്ല, പറമ്പിക്കുളം ടൈഗർ റിസർവാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇതിനകത്ത് റോഡ് പണി അവർ ചെയ്യില്ല. കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്ത മൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറെ നടക്കില്ല. അതുകൊണ്ടാണ് ഇവര് റോഡ് ഇങ്ങനെ തന്നെ. ഇതിൽ ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ബൈക്ക് കടത്തി വിടില്ല. നിങ്ങൾ ഇതേപോലത്തെ ജീപ്പ് കൊണ്ടുവന്നാലും കയറ്റി വിടില്ല. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ്. അവരുടെ അനുമതിയോടുകൂടിയുള്ള വണ്ടികൾ അതിലൂടെ ചാർജ് ഒരാൾക്ക് ചാർജ് ഫീസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറിപ്പോകും. ഇതൊക്കെ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാഷും അല്ല, ഓൺലൈൻ പേയ്മെന്റ് നേരെ സർക്കാരിന് പോകും. ഇതെല്ലാം ഓഫ് റോഡ്. ഇത് നല്ല റോഡ്. ഇത് നല്ല റോഡ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറയിൽ ഇങ്ങനെയൊക്കെ കയറി പോവുക. നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു യാത്രയെ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളെ വലിച്ചെറിയുന്ന ഓട്ടോ അല്ല, വണ്ടി കയറുന്നത് പോകുന്ന പോലെ വണ്ടികൾ കയറുന്നത്. കുടജാതിരിയിൽ അതേപോലെ കുടജാതിരിയിൽ പോവുക എന്ന് പറഞ്ഞാൽ
അതിങ്ങനത്തെ ഈ 4 വീല് ഈ ഗിയർ ഉണ്ടാവില്ല ആ വണ്ടിയിൽ, നോർമലി ഉള്ള ഗിയറാണ്. അപ്പൊ അവിടുന്ന് നല്ല സ്പീഡിൽ അടിച്ച് കയറ്റി അങ്ങോട്ട് പോകും. ആ പോണ പോക്കിൽ പിടിച്ച് കയറി പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുത്തര പാറയാണെങ്കിൽ കുഴിയാണെങ്കിൽ നമ്മൾ 4 വീലിട്ട് നടന്നു കയറുന്ന പോലെ കയറി പോകാം. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചുരുക്കം തരാതെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്നത് കരടി മാന്തിയതാണ് കേട്ടോ. കരടി ചെതൽ തിന്നാൻ വേണ്ടിയിട്ട് മാന്തുന്നതാണ്. അതിനകത്ത് ചെതലിന്റെ കൂടുണ്ടാവും. ആ കൂടെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് മാന്തുന്നതാണ്. നിരക്ക് പേരൊക്കെ തിരിഞ്ഞാണ് ഇഷ്ടം പോലെ. ഞങ്ങളൊന്ന് തിരിഞ്ഞ ഡേയ്സാണ്. അതൊക്കെ അത്രയും കണ്ടിട്ട് മതിയാവുക. ഇപ്പൊ എന്തായാലും ടൂർ വരെ ഒരു നമുക്ക് 4 മണിക്ക് പോരണം തരും. ഇതിങ്ങനെ നമുക്ക് വേണ്ടാത്ത ഒരവസ്ഥ. അവർക്ക് ഉള്ളതിന്റെ 30% അവർക്ക് സ്ക്വാഷ് ജാം ഉണ്ടാക്കാൻ മതി. ബാക്കി അങ്ങനെ കിടക്കണ ആനവർക്ക് ടൂറുകാരില്ല. അതുപോലെ നേരെ ഫ്രണ്ടിക്കൊക്കെ നോക്കണം. നിങ്ങൾ ബാക്കിൽ പോയി വൈബ് കിട്ടും. ഫ്രണ്ടിൽ നോക്കാം. ആ പാറയും കൂടെയാണെങ്കിൽ നമ്മൾ കയറി പോവുക. ഇനി ഇവിടുന്ന് 4 വീല് ഇട്ട് വേണം. ഇനി നമുക്ക് വണ്ടിക്ക് പോവാത്ത വഴി എന്ന് പറയേണ്ടേ ഇല്ല. ഇതിൽ കൂടെ വഴി ഏത് വേണമെങ്കിലും ഇടാം. ഫസ്റ്റോ സെക്കൻഡ്, നമ്മൾ സെക്കൻഡാണ്. ഏത് വേണമെങ്കിലും ഇടാം. ഇവിടെ പിടിക്കാനുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ അപ്പച്ചേട്ടനോട് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇനി അവനെയും കൂടെ കൊണ്ട് പോവാൻ ദൈവമേ പേടിയാവുന്നു. അല്ല, ഇത് 100% ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾക്കാണ്. തിരിച്ച് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ നിങ്ങളെ നോക്കണം. യൂട്യൂബാണ് അടിപൊളിയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതായത് നമുക്ക് അതിനനുസരിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വന്ന ഭാഗങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ ആള് കൂടുതൽ കുറവാണ്. ഫ്രണ്ട് വീല് വേണി പൊട്ടിത്തരാം. നമുക്ക് നിങ്ങൾ നോർമലി പോയാൽ അല്ല, യൂട്യൂബ് എന്ന് പറഞ്ഞപ്പോഴേ അതൊക്കെയല്ലേ യൂട്യൂബിൽ. പക്ഷെ നമുക്കൊരു ധൈര്യമില്ല. അല്ല അല്ല ഇതിലെന്ന് വെച്ചാൽ 4 വീൽ ഡ്രൈവ് ആയ കാരണം വണ്ടി മറിയില്ല. എനിക്ക് ലെഫ്റ്റ് തൊട്ട് അത്രയും വണ്ടി ചെയ്യാൻ പറ്റും. ഇത് നോക്കിയാൽ കയറി നോക്കി എങ്ങനെ സെക്കൻഡിലാണ് കയറുന്നതാണ്. ഞാൻ മെല്ലെ കയറി പോകണം. നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടില്ല. ഫസ്റ്റിന്റെ ആവശ്യമില്ല. ഓഫ് റോഡ് പോണോ? അയ്യോ അപ്പൂനായിരുന്നു ഭയങ്കര കൊതി. അപ്പൂനും കുഞ്ഞു ഹരിക്കുട്ടനെ അത്ര പോരാ അല്ലേടാ. ആ ഓക്കെ. അതായത് ഇവിടെ റേഡിയേഷൻ ഇല്ല, പൊല്യൂഷൻ ഇല്ലാത്ത കാരണം ഇത്രയും മണം കിട്ടുന്നത്. നിൽക്കുന്നൊക്കെ കറിവേപ്പിലയാണ്. കേട്ടോ, ഒരു മിനിറ്റ്. അത്രേ ഉള്ളൂ. അടന്നു ന്യൂസിനെ അറ്റത്തിരുത്തല്ലേ. കുട്ടികൾക്ക് ഏറ്റവും താല്പര്യം അതാണ്, അറ്റത്തിരിക്കാനാണ്. സേഫാണ്. നമുക്കറിയാം, നമ്മൾ വണ്ടി ഡെയിലി പോകുന്നത്. നമ്മൾ ഈ ജീപ്പ് തുടങ്ങിയില്ല. ആ സ്ഥലത്തിന്റെ പേരെന്തോ? അതാണ് നെല്ലിയാമ്പതി ടൗൺ. അവിടെ തൊട്ടാ ഈ ഫുള്ള് കറിവേപ്പിലാണ്. നമുക്ക് വച്ച് നോക്കി ഇല മാത്രം ഊരിയെടുക്കണം. ഇല ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് കരിവേപ്പില ഇങ്ങനെ ഊരിയെടുക്കണം. ഇനി സ്മെല് ചെയ്തത് ഇലയുടെ വലിപ്പം. അതായത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുമ്പോൾ 2 അരി കൂടുതൽ ഇടാൻ പാടില്ല. അതിൽ കൂടുതലായെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കറിവേപ്പിന്റെ മണം മാത്രമേ ഉണ്ടാവൂ. കരിവേപ്പില മരങ്ങളില്ലേ, ഇതെല്ലാം അതാണ്. അതായത് പക്ഷികൾ നിന്ന് കാഷ്ടിച്ചിട്ട് അതിന് വരുന്നതാണ്. വലിയ കരിവേപ്പ് വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. പൊട്ടിക്കാത്ത വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. കാട്ടി പിടിക്കത്തില്ലായിരിക്കും ഇവിടത്തെ ക്ലൈമറ്റിൽ മാത്രം. ഇവിടുത്തെ പൂച്ചെടികളോ എന്ത് കൊണ്ടുപോയാലും നാട്ടിൽ കൊണ്ട് വെച്ചാൽ കറിവേപ്പിലയുടെ 2 കമ്പ് വെച്ചാൽ കാണാൻ വേണ്ടി കാണാൻ അവിടെ കാണിക്കാൻ
മുത്തശ്ശിയെ കാണിക്കാൻ. പക്ഷെ ഇത് റേഡിയേഷനോ പൊള്യൂഷൻ അടിച്ചാൽ ആ മണം പെട്ടെന്ന് അങ്ങോട്ടില്ല. അല്ല നിങ്ങൾ എന്തോ കാണാൻ ഒരു മാൻകുട്ടി നിൽക്കട്ടെ. ആ ചുവപ്പ് കളർ ആ നിൽക്കുന്ന നേരെ താഴെ ഒരു റെഡ് കളർ കണ്ട ഈ മരത്തിന്റെ ഇതേ നിൽക്കണേ. മാൻകുട്ടി മാൻകുട്ടി മാൻ പോയി പോയി അവരെ കണ്ടോ? കണ്ടാൽ അവരെ നിർത്തിത്തരും. മാനിനെ കണ്ടു. എങ്ങനെ വാച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് പോലും നിങ്ങൾ ശരിക്കും ക്ലിയർ ആയിട്ട് മൂവ് ആയപ്പോഴല്ലേ കണ്ടുള്ളൂ. ഞാൻ ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ തന്നെ നിൽക്കണേ ഞങ്ങൾക്ക് അറിയാം. അവിടെ BSNL ജിയോ നിങ്ങൾ പോകുമ്പോൾ ആനയുടെ പോലും കാണില്ല. ആന നിൽക്കുന്നത് അറിയില്ല. കാരണം വെച്ചാൽ വണ്ടികളുടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അത് പേടിച്ചിട്ട് ചെവി പോലും ആട്ടാതെ ഇങ്ങനെ കുറുകി നിൽക്കും. ഇതിലൊരു ചെളി കളറാണ് ഉണ്ടാവുക. നിങ്ങൾ നോക്കണ എപ്പോഴും കറുപ്പ് കളറല്ലേ നോക്കുക. നാട്ടിലുള്ള ആന കറുപ്പ് കളറാണ് ഉണ്ടാവുക. മണ്ണ് മൺകൂല ഒരു മൺകൂല നിൽക്കണ പോലെ ഉണ്ടാവും. മോനെ കയ്യേ ഇങ്ങനെ വെറുതെ വെളിയിൽ ഇങ്ങനെ നീട്ടി നോക്ക്. കൈ ഇങ്ങനെ വെളിയിൽ കിട്ടി നോക്ക്. കൈ ഇങ്ങനെ വെറുതെ വെളിയിൽ കിട്ടി നോക്ക്. യാത്രയിലാണ് വൈകിട്ട് വിളിക്കാം. ഇത് അങ്ങോട്ട് വ്യൂ പോയിന്റ് പോയി നിൽക്കുമ്പോഴാണ് തണുത്ത കാറ്റടിക്കുക. നടക്കണ്ടെന്നുള്ള പാട്ട് സിനിമയൊക്കെ അതിന് മോഹൻലാൽ ഈ കൂട്ടുകാരെ രണ്ടുപേരെ കൊല്ലാനായിട്ട് ജീപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് മുഴുവൻ നെല്ലാൻ പറ്റുന്നുണ്ട്. 42 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നാണ് ഇവിടെ. ഈ ഷൂട്ടിംഗ് സമയത്ത് ഇവിടെ 33 ജീപ്പ് രാവിലെ 9 മണിക്ക് ഇവരെ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു വരും. രാവിലെ കൊണ്ടുപോകാം, വൈകുന്നേരം വരും. അങ്ങനെ 42 ദിവസം ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ വിനായക ബുദ്ധ എന്നുള്ള സിനിമ പൃഥ്വിരാജിൽ ഇറങ്ങിയിട്ടില്ല. അതപ്പോൾ അവർ 33 വണ്ടി പോയപ്പം രാവിലെ കൊണ്ടുപോയ വൈകിട്ടേ കൊണ്ടുവരുള്ളായിരിക്കും. വൈകിട്ടേ കൊണ്ടുവരും. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. രാവിലെ കൊണ്ടുപോകും. അങ്ങോട്ട് ക്യാരവാൻ ഇല്ല, ജനറേറ്റർ ഇല്ല, എല്ലാം ഇത് തന്നെ. ജനറേറ്ററും ക്യാരവാനും ഒന്നും നടക്കില്ല. ക്യാരവാനൊക്കെ തന്നെ ഈ ജീപ്പ് തന്നെ ക്യാരവാൻ. അപ്പൊ മോഹൻലാലൊക്കെ ഇതിന്റെ മുകളിലിരിക്കുമ്പോ ഫുള്ള് AC ആണ്. അതായത് തണുത്ത കാര്യം. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് മുകളിൽ എത്തുമ്പോഴേ നമുക്കറിയാം. അവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല. ഒരു 20 മിനിറ്റ് നിൽക്കുമ്പോഴാണ് ഒരു 5 മിനിറ്റ് നിന്നൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നത്. അന്ന് ഇതിനെക്കാട്ടി മോശമായിരുന്നു റോഡ്. ഒത്തിരി ശരിയാക്കിയതാണ് ഞങ്ങള്. അതായത് നെല്ലിയാമ്പതിയിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ടൈമാണ് ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. അതായത് ഉറവ് ഇതൊക്കെ നിന്നു, നീർച്ചാലുകൾ നിന്നു. അപ്പൊ മൃഗങ്ങൾ വളരെ കുറയും. മഴക്കാലത്തുണ്ടോ ഇവിടെ? മഴക്കാലം 4 വർഷം കൂടുമ്പോൾ ഒരു 15-20 ദിവസം അല്ലെങ്കിൽ 1 മാസം അടച്ചിടും. 4 വർഷം കൂടുമ്പോൾ ഒരു കടുവയുടെ കണക്കെടുക്കാൻ വേണ്ടി. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഇത് കടുവയുടെ കണക്കെടുത്തത്. 44 കടുവ ഇതിനകത്ത്. കണ്ടതിനെ തന്നെ വീണ്ടും കാണുന്നില്ല. അങ്ങനെയല്ല, ഇവര് കാൽപ്പാട് നോക്കിയിട്ടാണ് ഇവര് എടുക്കുക. അല്ല, കാണാൻ കിട്ടില്ല. ഇതിന്റെ എടുക്കുന്ന പക്മാർക്ക്. അപ്പൊ ഇവര് എല്ലാവരും റൗണ്ട് ചെയ്യുന്ന എല്ലാവരും ഫുള്ളായിട്ട് റൗണ്ട് 50-60 ഗ്യാങ് ഉണ്ടാവും. ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് കൂടും. ഫോട്ടോ എടുത്തിട്ട് അവര് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ എത്ര സെയിമിന്റെ എല്ലാം ഉള്ളത് അറിയാം. ഫീമെയില്, മെയില്, ഏജ്, അതുവരെ അവർ ആ കാൽപ്പാടുന്ന് അവർക്കറിയാൻ പറ്റും. മുന്നിലെ റോഡൊക്കെയാണ് എടുക്കേണ്ടത്, ഓഫ് റോഡിന്റെ.
ഫ്രണ്ടിലിരിക്കും വേണം, അതുപോലെ മറ്റേ സ്റ്റിക്കും വേണം. നമ്മൾ അത്ര വലിയ ഇതായിട്ടില്ല. അല്ല അല്ല, പിന്നെ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും നല്ല. സ്റ്റിക്ക് ഉണ്ടെങ്കിലാണ് അതായിപ്പോ അവനും പറഞ്ഞത്. ഈ സാധനം നന്നായിട്ട് കിട്ടണമെന്നുണ്ട്. സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീപ്പിന്റെ ടയർ കയറുന്നതും അത് ക്ലിയർ ആയിട്ട്. ഇതിന് നോക്കി ഇത്രയും മോശമായിട്ട് കിടക്കണില്ല റോഡ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീല് കിട്ടില്ല. പിടിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്ന് നോക്ക്, വണ്ടി കയറി നോക്കിയോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നല്ല അനങ്ങാതെ പോകാൻ പറ്റും. ഇതെന്താ പുലിയായിട്ടും വണ്ടിക്കകത്തുമായിട്ടുള്ള ഒരു ഫീൽ ഇല്ല. കണ്ടില്ല, ഇഷ്ടം പോലെ. ഞാന് കടുവേനെ 8 ട്രിപ്പ് കണ്ടിട്ടുണ്ട്. പുള്ളിപ്പുലിയല്ലേ ഇഷ്ടം. കരടി, ചെന്നായ. ഇതിൽ കൂടെ ഞങ്ങൾക്ക് രാത്രിയൊക്കെ ഇതിനകത്ത് തോട്ടങ്ങളുണ്ട്. ഈ തോട്ടത്തിൽ പോവുകയാണ്. അതായത് ടൂറിസ്റ്റുകൾക്കാണ് എല്ലാത്തിനും പരിമിതി. 4 മണി കഴിഞ്ഞ് ഇവിടുന്ന് ടൂറിസ്റ്റുകളെ കയറ്റി വരിക. ഇതിനകത്ത് തോട്ടങ്ങളിൽ നിന്ന് കാപ്പി, കുരുമുളക്, ഏലം, വാടക അതൊക്കെ കൊണ്ടുവന്ന് ജീപ്പിൽ കൊണ്ടുവന്നിട്ട് നെല്ലിയാമ്പതിയിൽ നിന്നാണ് വലിയ വണ്ടികളിൽ കയറ്റുക. അപ്പം ഞങ്ങൾ ഷെഡ് അടിക്കും. ഇവിടെ തോട്ടങ്ങളുള്ളവരുണ്ട്. ഞങ്ങൾക്ക് നെല്ലിയാമ്പതിയിലുള്ള ആൾക്കാർക്ക് മൃഗങ്ങളെ എല്ലാം പേടി, മനുഷ്യന്മാരെയാണ്. രാത്രി നിങ്ങൾ ഇവിടെ നടന്നു വരണം പറഞ്ഞാൽ ഞങ്ങൾ നടന്നു വരും. ഒരു മൃഗത്തിനും പേടിക്കണ്ട. നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ പുലിനെ കാണും, കടുവിനെ കണ്ട്, അതിൽ ആനയൊക്കെ ഉണ്ടാവും, റോഡിലുണ്ടാവും. ഒന്നും ചെയ്യില്ല. ആനയൊക്കെ വണ്ടി കണ്ട മാറുകയുള്ളൂ. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യും. അവർക്ക് വിശപ്പുണ്ടെങ്കിൽ ഒരു ഉപദ്രവം അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല ഒരു മൃഗത്തിനും. നമ്മളെ പോലെ സഹജീവികളാണ്. ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്നതിനെ വെച്ച് നല്ലൊരു വീഡിയോ ടേണ് കഴിഞ്ഞ് കയറി നിന്നാലേ ആ ടേണ് കയറുന്നു വല്ലാത്തൊരു വീഡിയോ. ആ മൊബൈൽ അങ്ങനെ ഇങ്ങോട്ട് തരുക. നിങ്ങളിപ്പോൾ ഈ എടുത്തതിൻ്റെ സെറ്റായിട്ട് എടുത്തതാണ്. ഓണല്ലേ, ക്യാമറ ഓണല്ലേ? എല്ലാരും മോനെ കിട്ടില്ല. ഓക്കെ, ആൽഫി ജെയിംസിന്റെ കൂടെ ഉണ്ട്, അജൂസ് വേൾഡ്, 4-5 യൂട്യൂബിലുണ്ട്. അപ്പൊ നമുക്കറിയാം കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. പിന്നെ ഒരു ദിവസം ഇപ്പൊ ഞാനൊരു പരമാവധി ഞാൻ സെറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. അതായത് ഇവിടെ സസ്പെൻഷൻ ഉണ്ട്. ഓണാക്കി ഇനി വീഡിയോ ഓണാക്കാം. ബാക്ക് നോക്കണം. നിങ്ങൾക്ക് അതിൽ ടയർ കാണണം. ഓ റോഡിൽ കാണിച്ചിട്ട് അങ്ങനെ റോഡ് അങ്ങനെ വഴികൾ ആ പച്ചപ്പൂ മരങ്ങളൊക്കെ കിട്ടണം ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയിട്ട്
കഴിയും. ഇപ്പൊ ഈ കുഴിയിൽ ഇറക്കിയാൽ പോലും വണ്ടി മാറില്ല. ഒരു വീട് ആ കുഴിയിൽ ഇറക്കിയാൽ നിങ്ങളെല്ലാരെയും കൂടി ഇടയ്ക്കിടയ്ക്ക് കിട്ടട്ടെ. ഫ്രണ്ട് കാണണ്ടോ? അതൊന്നും കുഴപ്പമില്ല. പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും. ഈ താഴെ കാണുന്ന കൊല്ലംകോടാണ് കേട്ടോ, പാലക്കാടാണ്. ഈ കാണുന്ന മുഴുവൻ പാലക്കാട്, അങ്ങോട്ട് കോയമ്പത്തൂർ, തമിഴ്നാട്. ആ സൈഡ് ആ ഡാമൊക്കെ കാണുന്ന തമിഴ്നാട് വരുന്നതാണ്. കണ്ടോ, കോട വരാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് ഒരു ദിവസം നിങ്ങൾ ഇത്ര ദൂരത്തൊക്കെ വന്നില്ലേ, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. ഫുള്ള് കോടയായിരിക്കും. AC ഇല്ല, ഫാൻ ഇല്ല, കൊതുകില്ലാതെ ഒരു ദിവസം കമ്പിളി വെച്ച് കിടക്കുന്ന ഒരു. നമുക്കിവിടെ കിടക്കാൻ സൗകര്യം ഉണ്ടോ? നെല്ലിയാമ്പതി റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ടോ? പിന്നെ നെല്ലിയാമ്പതി അല്ല, അതായത് സീസൺ ടൈമിൽ ശനിയാഴ്ചകളിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് താഴെ അവർ കയറ്റിയുള്ളൂ. റൂം എടുത്തിട്ടുണ്ടെന്ന്. റൂം എടുത്തിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 7:30-8 മണി വരെയും കയറി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ശരിയാ, തിരിച്ചു പോന്നാണെങ്കിൽ 4 മണിക്ക് പോകണ്ട. അല്ല, തിരിച്ച് 4 മണിക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 7 മണിക്കൊക്കെ ഇവിടെ ഇറങ്ങിയാൽ മതി. ആ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ള കാരണം ഒരു 7-7:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അതിലൊന്നും യാതൊരു വറീഡാവും വേണ്ട. അത് റോഡാണോ അല്ലത്? അത് ഏതാണ്? ആ കാണുന്ന വീടാണത്. അല്ല, വീടാണ് കണ്ടിട്ട് റോഡ്. ആ കാണുന്ന ഫാക്ടറി, ഇത് തേയിലത്തോട്ടം. എവിടെ പോണേ? എവിടെ ഇറങ്ങി? ഇനിയിപ്പോ പോകണം. ഇനിയിപ്പോ പോകുന്നുണ്ടോ? ബ്രഹ്മരം വൈബ്. സമയം നോക്കണം. 5:30 ഇത്രയും തണുപ്പ്. ഒരു ദിവസം എന്റെ ജീപ്പ് കയറ്റി നിർത്തിയേക്കുന്ന ഒരു സ്റ്റൈൽ ബ്രഹ്മരം സിനിമ പോലെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്.
ഒരു പേടി പേടിക്കണ്ട. ഇനി ഇറങ്ങി വെച്ച ഒരു പേടിയില്ല. അവിടെ മാറ് ചേട്ടാ ഒന്ന് തിരിഞ്ഞു. കാണുമ്പോ ചോദിക്കുമ്പോ ഭയങ്കര ഡീപ്പായിരിക്കും. ഇനി നിങ്ങൾ ഫോട്ടോസ്, അതായത് വണ്ടീന്റെ അടുത്ത് നിൽക്കുമ്പോ ടയറിൽ മുട്ടരുത് കേട്ടോ, ചെളി ഉണ്ടാവും. ടയറിൽ ചെളിയുണ്ട്. ഇല്ല ആയിട്ടല്ലോ. ഇനി ഫോട്ടോസ് വണ്ടി വരുന്നുണ്ട്. വരുന്നുണ്ടോ? വരുന്നു. അതെ പറഞ്ഞോണ്ടേ. വേരമയും വേരപ്പനും ഞങ്ങൾ രണ്ടുപേരും ജീപ്പ് ഇറങ്ങുന്നതിൻ്റെ എടുക്കും. ആകാശത്താമര വേരപ്പനും അച്ഛനും ഇങ്ങോട്ടൊന്നും നല്ല കാണാൻ നല്ല ഇതാണ്. കാട് അവിടെ പോയിട്ട് നോക്കുന്ന ഞാൻ ആ വണ്ടി അവനെ ഇറക്കി റൗണ്ടിൽ വലിയ ടയറിട്ടിട്ടില്ല. ചാട്ടം കൂടുതലാണ്. വലിയ ടയറിനൊക്കെ കാണാൻ ലുക്കാണ്. ചാട്ടം കൂടി. ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയ കല്ല് വന്നാൽ വീട്ടിൽ പോകുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എടുത്തില്ല. ഇവിടെ ഒരു നല്ലൊരു ഫീലുണ്ട് ഈ എൻട്രൻസിൽ. ഒരു പോയിന്റാണ്. അവിടെ എത്തുമ്പോൾ കാറ്റും മഞ്ഞും കൂടി അടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. പക്ഷെ മഞ്ഞ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. മൊബൈലിൽ നോക്കുമ്പോൾ മൊബൈലിൽ കിട്ടില്ല. മഞ്ഞിൽ ശതമാനം അസുഖം മാറും. ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാവും. ഞങ്ങൾക്കൊക്കെ പൊതുവെ നിങ്ങളെ വെച്ച് അസുഖം കുറവാണ്. ഇപ്പൊ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുകയൊക്കെ 2G ഫോൺ അങ്ങോട്ട് വിളിക്കാതേ ഉള്ളൂ. റേഡിയേഷൻ പറഞ്ഞ സാധനമില്ല, പൊല്യൂഷൻ ഇല്ല, കൊതുകില്ല, ഫാസ്റ്റ് ഫുഡ് ഇല്ല. നേരത്തെ ഫോട്ടോ എടുത്തത് ഇതൊക്കെ മഴക്കാലത്ത് വണ്ടിയിലടിക്കുന്നത്. കാട്ടുപോത്തിന് കുരിക്ക് ഒതുങ്ങില്ല. കടുവെന്നെ പിടിക്കാം. പോയാൽ ഗുണമില്ല. ഇങ്ങനത്തെ റോഡിൽ പോയാൽ അത് കോൺക്രീറ്റ്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതിയിടുമോ? അടുത്ത പോയിട്ട് നമ്മൾ പറയാം. പാലക്കാടുള്ള ബസ് KSRTC ബസ് ഇതുവരെയുള്ള നെല്ലിയാമ്പതി വരെ നമ്മൾ രണ്ടാം ജംഗ്ഷൻ വരെ അതുവരെ ഉള്ളൂ. പിന്നെ അങ്ങോട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ടില്ല. പിന്നെ ജീപ്പ് ഓട്ടോ അങ്ങനെ
ഒന്നുമില്ല, ശാന്തസുന്ദരമാണ്. ആ മലയുടെ മേളിലാണ് നമ്മളിപ്പോ പോയത്. ഈ വലിയ മലയില്ലേ, ഇതിന്റെ മുകളിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് പോയി. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വേറൊരു മലയുണ്ട്, അതിപ്പോ മഞ്ഞ് മൂടിയിട്ട് കാണുന്നില്ല. അവിടെ നമ്മൾ പോയത് അവിടെ വന്നാ പോയത്. അവിടെ നമ്മൾ പോയത് 6 കിലോമീറ്റർ ഉള്ളു. ആ റിസോർട്ട് പൊളിഞ്ഞ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നല്ലേ ദിവസം ഇങ്ങനെ അങ്ങ് കയറിയായിരുന്നു. ഇതിന് പകരമുള്ള ഷോർട്ട് കട്ട് ഇറങ്ങി വരുമ്പോ കാട്ടുവന്ന് അച്ഛൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പേരപ്പന്റെ വീഡിയോ എടുക്കാം, ബാക്കി എല്ലാരും കഴിച്ചു കഴിഞ്ഞു. രാവിലെ ഉണ്ടാക്കിയ ലെമൺ റൈസ് ചമ്മന്തി കൊണ്ടാട്ടം ഇല്ല ഇവിടെ കഴിഞ്ഞത് അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. പേരപ്പൻ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിന് ഇത്രേ ഉള്ളൂ. ആ പക്ഷെ അത് ആയി വന്നപ്പോ കണ്ടോ നല്ല വെറുതാണ്. അതാ അത്രയും വേവിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കാനാകുമ്പോ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുമെന്ന്. ആരാ അവിടെ പോയോ, ഓടിയോ? ആ അതുകൊണ്ട് അയ്യോ ഇപ്പനൊരു പന്നി ഗൈസ്, അത് കണ്ടോ പന്നി? ഇത് 2 എണ്ണം. ആ 2 എണ്ണം. അയ്യോ ഒറ്റത് വലുത്. അച്ഛാ 2 എണ്ണം, ഒന്ന് വലുത് ഒന്ന് ചെറുത്. ഉള്ള വേസ്റ്റ് എല്ലാം ഇട്ട് എല്ലാരും കണ്ടോ കഷ്ടമുണ്ട്. അവനത്തിന് ഇടി കിട്ടിയുണ്ടല്ലോ സീന. ഓ ആവശ്യമുള്ള വെള്ളമുണ്ട്, ഇനിയുണ്ട് വെള്ളം. എല്ലാം ഭയങ്കര ഡീഗ്രേഡബിൾ, അതിന് കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട്